ഹലോ, വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി. ഇന്ന് ലെസൺ 2 ആണ്. കഴിഞ്ഞ ദിവസം ലെസൺ 1 നിങ്ങൾ കുറേ പേര് കണ്ടിട്ട് നന്നായിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് പഠിച്ചത്. പക്ഷെ അതിൽ ഞാൻ മനഃപൂർവ്വം കുറച്ച് ടോപ്പിക്സ് വിട്ടിട്ടുണ്ട്. ഡസ് ഷീ, ഡസ് ഹി എന്നൊക്കെ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പഠിച്ചാൽ എന്നുവെച്ചാൽ ഒരേപോലെ വരുന്നതിൻ്റെ ചെറിയ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ തലതിരിഞ്ഞ് പോകും. നമുക്ക് ടെൻഷനാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വ്യത്യസ്തമായ ടൈപ്പ് സെൻറ്റൻസുകൾ പഠിച്ചു. അപ്പോൾ അത് പറയാൻ നിങ്ങൾക്കിപ്പോൾ ഒരു പറ്റണം അല്ലേ? പറ്റുമെന്ന് വിചാരിക്കണം. ഇന്ന് നമ്മൾ അവൾ ചെയ്യാറുണ്ടോ, അവൻ ചെയ്യാറുണ്ടോ മുതലായ സെൻറ്റൻസുകളൊക്കെ പഠിക്കും. അതിലെനിക്കൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് പറയുമ്പം ഡു യു ഡു ദിസ് അല്ലെങ്കിൽ ഡു യു ഈറ്റ് ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയാം. നീ മീൻ കഴിക്കാറുണ്ടോ, ഡു യു ഈറ്റ് ഫിഷ്. പക്ഷേ ഡു അല്ലെങ്കിൽ ഡസ് വെച്ച് തുടങ്ങുന്ന എല്ലാ സെൻറ്റൻസുകളും ചെയ്യാറുണ്ടോ എന്ന് മലയാളത്തിലേക്ക് തിരിച്ച് തർജ്ജമ ചെയ്താൽ ബുദ്ധിമുട്ടാവും. കാരണം ഇത് ഈ ഭാഷകൾക്ക് വേറെ വേറെ രീതികളുണ്ടാവും. ചില കാര്യങ്ങൾ സിമിലർ ആയിരിക്കും. അപ്പോൾ ചില ട്രിക്സ് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു അല്ലെങ്കിൽ ഡസ് വെച്ച് തുടങ്ങാം. പക്ഷേ ഡു അല്ലെങ്കിൽ ഡസ് വെച്ച് തുടങ്ങുന്ന എല്ലാ സെൻറ്റൻസും ഇങ്ങോട്ട് മലയാളത്തിലോട്ട് മാറ്റുമ്പോൾ ചെയ്യാറുണ്ടോ എന്നാവണമെന്നില്ല. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ടീച്ചറാണ്, സ്പോർട്സ് ടീച്ചറാണ്. അപ്പോൾ നിങ്ങളൊരു ഫുട്ബോൾ ടീമൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അതിലൊരു കുട്ടിക്ക് വയ്യാണ്ടായി. അപ്പോൾ ഒരുത്തർ ഇങ്ങനെ നടന്നു പോവാ. അപ്പോൾ നമുക്ക് അവനെ കണ്ടപ്പോൾ അവനെങ്ങാനും ഫുട്ബോൾ കളിക്കുമോ, അവന് കയറ്റാൻ പറ്റുമോ അവന് ടീമിലേക്ക് എന്നറിയണം. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കില്ലേ, അവൻ കളിക്കുമോ ഫുട്ബോൾ? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? അവൻ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്നാണല്ലേ? അവൻ ചെയ്യാറുണ്ടോ, അത് അവൻ ചെയ്യുമോ അല്ലേ? നീ മീൻ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ നീ മീൻ കഴിക്കാറുണ്ടോ എന്നുള്ള അർത്ഥം തന്നെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക അല്ലേ? ചിലപ്പോൾ ചെയ്യാറുണ്ടോ, മീൻ കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കും, ചിലർ കഴിക്കുമോ എന്ന് ചോദിക്കും അല്ലേ? എൻ്റെ നാട്ടിലൊക്കെ കഴിക്കുമോ എന്നേ ചോദിക്കുള്ളൂ. ആ ശീലം ഉണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. പക്ഷെ മഴ പെയ്യോ എന്ന് ചോദിച്ചെന്നർത്ഥം. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങാൻ നിൽക്കുകയാണ്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നാണ് അറിയേണ്ടത്, അല്ല മഴ പെയ്യാറുണ്ടോ എന്നല്ല അതിനർത്ഥം അല്ലെ? മഴ പെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സ്ഥലം എങ്ങനെയാണ്, മഴയൊക്കെ പെയ്യാറുള്ള സ്ഥലമാണോ എന്നറിയണം. മഴ പെയ്യോ എന്ന് ചോദിച്ചാൽ നിന്റെ പ്രവചനം, പ്രഡിക്ഷൻ എന്താണ്, മഴ പെയ്യോ എന്നാണ്. അപ്പോൾ ആ സാഹചര്യം നോക്കിയിട്ട് അങ്ങനെ വേണം സെന്റൻസസ് പഠിക്കാൻ. ഒരു ശീലം, അങ്ങനത്തെ ഒരു ശീലം, ഫുട്ബോൾ കളിക്കുന്ന ശീലം ഉണ്ടോ അവന് എന്നറിയാൻ വേണ്ടിയിട്ട് ആ സെന്റൻസ് അങ്ങനെ ഉണ്ടാക്കാം, ഡസ് വെച്ചിട്ടുണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരും ഈ ക്ലാസ്സിൽ. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ അവൻ ചെയ്യോ എന്ന് ഞാൻ ചോദിക്കുമ്പം ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അവൻ ചെയ്യാറുണ്ടോ എന്നാവാം, അല്ലെങ്കിൽ നാളെ അവൻ ഇന്നൊരു കാര്യം ചെയ്യുമോ എന്നാവാം. അത് നിങ്ങൾ ആ സെന്റൻസിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പിടികിട്ടണം. എപ്പോഴും നമ്മൾ മലയാളത്തിൽ ചെയ്യാറുണ്ടോ, ഇപ്പൊ ഇംഗ്ലീഷിൽ ഡു ഓർ ഡസ് എന്ന് പറഞ്ഞ് നമുക്ക് ആ റൂള് മാത്രം വേണമെങ്കിൽ ഫോളോ ചെയ്യാം. പക്ഷെ പല സമയത്തും ആൾക്കാർ തിരിച്ചിടും. ഡു ഓർ ഡസ് വെച്ച് തുടങ്ങുന്നൊക്കെ തിരിച്ചിങ്ങോട്ട് ചെയ്യാറുണ്ടോ എന്നല്ലേന്ന് ചോദിക്കും. അങ്ങനെ ആവണമെന്നില്ല. ഡു യു ഫീൽ ഹാപ്പി എന്ന് ചോദിച്ചാൽ നീ ഹാപ്പി ആകാറുണ്ടോ എന്നല്ല അർത്ഥം. മനസ്സിലായോ? ഡു ഐ ലുക്ക് ഗുഡ് എന്ന് വെച്ചാൽ ഞാൻ കാണാൻ നല്ലതാകാറുണ്ടോ എന്നല്ല അർത്ഥം, നല്ലതാണോ എന്നർത്ഥം. അപ്പോൾ നമ്മൾ ആ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഏത് സെൻറ്റൻസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കണം. ട്രാൻസ്ലേഷൻ ചില സമയത്ത് ഒരു ടിപ്പായിട്ട്, ഒരു ഹെൽപ്പിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും അതിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. അതിൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ മീനിങ് ഉൾക്കൊണ്ടിട്ട് സെൻറ്റൻസ് പഠിക്കണം കേട്ടോ. അപ്പോൾ തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡു യു റീഡ് ബുക്സ് അല്ലെ, നീ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ എന്ന് പഠിച്ചു. പക്ഷെ നമ്മൾ അവൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ, അവൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ മുതലായ കാര്യമൊന്നും പഠിച്ചില്ല. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മൾ വില്ല് പഠിച്ചപ്പം നീ എന്നെ സഹായിക്കുമോ, നീ എൻ്റെ കൂടെ വരുമോ എന്നൊക്കെയുള്ള സെൻറ്റൻസുകളുടെ കൂടെ വിൽ യു കം വിത്ത് മീ, വിൽ ഹീ കം വിത്ത് മീ, വിൽ ഷീ കം വിത്ത് മീ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്ന സെൻറ്റൻസുകളിൽ നമുക്കിങ്ങനെ ഡു യു പോലെ ഡു ഷീ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പാടില്ല, തെറ്റാ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അവിടെയാണ് ഡസ് എന്നുള്ളൊരു വാക്ക് വരുന്നത്. ഈ ഡസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഡസ് ഷീ, ഡസ് ഹീ എന്നുള്ള ആ ചങ്ക് നമ്മൾ ഇപ്പം പഠിക്കണം. അപ്പോൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു അത് പഠിക്കാം. ഡു യു വാച്ച് മൂവീസ്, ഡു യു
റീഡ് ബുക്സ് എന്നുള്ള സെൻറ്റൻസ് കറക്റ്റാണ്. പക്ഷേ വേറെ ഒരാളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും അല്ലാണ്ട് വേറെ ഹി ഷീ അല്ലെ അവൻ അവൾ അതിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഡസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അതാണ് ഒന്ന് ഓർക്കേണ്ടത്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളിൽ വ്യത്യാസമായി വരുന്ന ഒരു സംഭവമാണ് ഇത്. ഇതുപോലെ തന്നെ വ്യത്യാസമായി വരുന്ന വേറൊരു സംഭവം കൂടിയുണ്ട്. നമ്മൾ ഹാവ് പഠിച്ചില്ലേ? ഹാവ് യു ഈറ്റൻ സൂഷി? അവിടെയും ഹി ഷീ വരുമ്പോൾ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക, ഹാവ് ഉപയോഗിക്കില്ല. ഓക്കെ, ഈ രണ്ട് കാര്യവും നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇനി നമ്മൾ ആർ യു വെച്ച് പഠിച്ച സെൻസുകളില്ലേ, അവിടെയും ഹിയോ ഷിയോ വരുമ്പോൾ നമ്മൾ ആറിന് പകരം ഏത് ഉപയോഗിക്കണം? എസ് ഉപയോഗിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ. നീ ഫുട്ബോൾ കളിക്കുമോ? അതെങ്ങനെ ചോദിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഡു യു പ്ലേ ഫുട്ബോൾ? അപ്പോൾ അവൻ ഫുട്ബോൾ കളിക്കുമോ എന്ന് എങ്ങനെ ചോദിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവൻ അവൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇന്ന ആൾക്കാരുടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ, അവർ ഒരുമിച്ച് ഉള്ള കാര്യങ്ങളല്ല കേട്ടോ. ഓരോരോ ആൾക്കാർ, അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ഇവരുടെ പേര് പറയാം. അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഡു അല്ല യൂസ് ചെയ്യുക, ഡസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യണം. ഡൂവിന് പകരം ഡസ്, അത്രേ ഉള്ളൂ. അപ്പോൾ അവൻ ഫുട്ബോൾ കളിക്കുമോ എന്ന് പറയണമെങ്കിൽ ഡസ് ഹി പ്ലേ ഫുട്ബോൾ. നേരത്തെ അവർ എന്ന് പറഞ്ഞപ്പോൾ ഡു ദേ പ്ലേ ഫുട്ബോൾ. ഇവിടെ അവനോ അവളോ ഒരാളാവുമ്പോൾ ഡസ്. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. സിംഗുലർ അല്ലേ? സിംഗുലർ എന്ന് വെച്ചാൽ സിംഗിൾ ആയിട്ടുള്ള ആൾ അല്ലേ, ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അവൾ, അവൻ അല്ലെങ്കിൽ അവൻ്റെ പേര് എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് ആ പേര് വെച്ചിട്ട് പറയാണ് മനു ഫുട്ബോൾ കളിക്കുമോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഡസ് മനു പ്ലേ ഫുട്ബോൾ. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഡസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക, ഡു അല്ല. എപ്പോഴും എസ് വേണം അവരുടെ ഒപ്പം. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി, എസ് വേണം. ഓക്കെ, അപ്പോൾ ആ എസ് എങ്ങനെയാണ് വരുന്നത്? ഡസ്സിൽ എസ് ഉണ്ടല്ലോ, ഡൂലില്ല. അങ്ങനെയാണ് അത് ആലോചിക്കേണ്ടത്, ഓർക്കേണ്ടത് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ഉണ്ടാക്കാൻ പറ്റും. അവള് പുസ്തകം വായിക്കുന്നത് ആസ്വദിക്കാറുണ്ടോ? എങ്ങനെയാണത് പറയുക? അവർ പുസ്തകം വായിക്കുന്നത് ആസ്വദിക്കാറുണ്ടോ എന്ന് എങ്ങനെ പറയും? ഡു ദേ എൻജോയ് റീഡിങ് ബുക്സ്? അപ്പോൾ അവളിലാണെങ്കിലോ ഡസ് ഷീ എൻജോയ് റീഡിങ് ബുക്സ്? സിമ്പിൾ അല്ലേ? ഡസ് ഷീ എൻജോയ് റീഡിങ് ബുക്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യു ദേ വീയുടെ ഒപ്പം ഡു യൂസ് ചെയ്താണ് ചോദ്യം ചോദിക്കുക. അങ്ങനെ ആസ്വദിക്കാറുണ്ടോ, ഇഷ്ടമാണോ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, കുറേ ടൈപ്പ് സെൻറ്റൻസുകൾ പഠിച്ചില്ലേ. അപ്പോൾ അതിനൊക്കെ ഇവിടെ എത്തുമ്പം അവൾ അവൻ എന്ന് വരുമ്പം ആ ഡു മാറ്റിയിട്ട് ഡസ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ അത്? അതുകൊണ്ടാണ് ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിപ്പിക്കാണ്ട് ഇവിടെ പറയണത്. ഈ ക്ലാസ്സിൽ മൊത്തം ഇങ്ങനെ അവിടുന്ന് വ്യത്യാസമുള്ള ആൾക്കാരാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആവില്ലല്ലോ. ആദ്യത്തെ ക്ലാസ് കണ്ട് ക്ലിയർ ആയാൽ ഈ ക്ലാസ് കുറച്ചുകൂടെ എളുപ്പമാവും. ഇനി അവള് ഈ അടുത്തുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ളൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെയാണോ വർക്ക് ചെയ്യുന്നത്? എങ്ങനെ ചോദിക്കും? അപ്പോൾ സ്റ്റാർട്ടിങ് സിമ്പിൾ. ഡസ് ഷീ എന്താ ചെയ്യണത്? വർക്ക് എവിടെ? ഒരു ലോക്കൽ ഹോസ്പിറ്റൽ. അവിടെ ലോക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെയാണോ ചോദിക്കാൻ? അറ്റ് ദ ലോക്കൽ ഹോസ്പിറ്റൽ. അപ്പോൾ അറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് കേട്ടോ. അറ്റ് ദ സൂപ്പർ മാർക്കറ്റ് എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു ബിൽഡിങ്ങിന് അകത്ത് നിന്നൊക്കെ പറയാൻ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നൊക്കെ പറയാൻ അറ്റ് എന്ന് പറയാം കേട്ടോ. ഡസ് ഷീ വർക്ക് അറ്റ് ദ ലോക്കൽ ഹോസ്പിറ്റൽ? അടുത്ത് ചോദിക്കാം. നിങ്ങൾ ഇനിയിപ്പോൾ ആ ടെക്നിക്ക് പിടിയിട്ടില്ലേ, ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കാലോ. അവൻ വേറെ ഏതെങ്കിലും ഭാഷ സംസാരിക്കുമോ? എങ്ങനെ പറയും? അപ്പോൾ സംസാരിക്കുക എന്നുള്ളതിന് രണ്ട് വാക്കുകളുണ്ട്, ടോക്ക്, സ്പീക്ക്. പക്ഷേ ടോക്ക് എന്നുള്ളത് നമ്മൾ ഭാഷകൾ സംസാരിക്കുന്ന കാര്യം പറയുമ്പോൾ ഉപയോഗിക്കില്ല. ഇപ്പോൾ കുട്ടികളോട് മിണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലൊക്കെ ടീച്ചർ പറയും ഡോണ്ട് ടോക്ക്, സംസാരിക്കരുത് അല്ലേ. പക്ഷേ നമ്മൾ ഞാൻ ഇന്ന ഭാഷകൾ സംസാരിക്കും, ഞാൻ മലയാളം പറയും, ഇംഗ്ലീഷ് പറയും, ഗുജറാത്തി പറയും എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ടോക്ക് എന്ന് ഉപയോഗിക്കില്ല, സ്പീക്കാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കി എല്ലാ കേസിലൊക്കെ നമുക്ക് അതും ഇതും മാറി മാറി ഉപയോഗിക്കാം. സ്പീക്ക് കുറച്ചുകൂടെ ഫോർമലാണ്,
എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഓഫീസ് കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്പീക്ക് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക. എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിലൊക്കെ സ്പീക്ക് എന്ന് ഉപയോഗിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവെ ടോക്ക് എന്നാണ് ഉപയോഗിക്കുക. പക്ഷേ ഭാഷകൾ അറിയാം, പറയാറുണ്ട് എന്നൊക്കെ പറയാൻ സ്പീക്കാണ് ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കണേ. അപ്പം എങ്ങനെയാ പറയാ? അവൻ വേറെ ഏതെങ്കിലും ഭാഷ സംസാരിക്കുമോ? അപ്പം എങ്ങനെയാ? അവൻ ഡസ് ഹി ചെയ്യുന്ന പ്രവൃത്തി എന്താ? സ്പീക്ക് വേറെ ഏതെങ്കിലും ഭാഷ. എനി അതർ, ഞാൻ പറഞ്ഞില്ലേ എനി വരുമ്പം ലാംഗ്വേജസ് എസ് വേണം. അത് എനി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലൂറൽ എപ്പോഴും ഉപയോഗിക്കണം. ഓക്കെ. ഡസ് ഹി സ്പീക്ക് എനി അതർ, എനി അതർ എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും, എനി അതർ ലാംഗ്വേജസ്. ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഭാഷ, ലാംഗ്വേജസ്. ഓക്കെ. അടുത്തത്, അവള് സ്ഥിരമായിട്ട് ജിമ്മിൽ പോവാറുണ്ടോ എന്ന് പറയും. സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടോ ചോദിക്കണമെങ്കിൽ ആ വാക്ക് റെഗുലർലി. അപ്പോൾ അവൾ സ്ഥിരമായിട്ട് ജിമ്മിൽ പോവാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ പറഞ്ഞോളൂ. സ്റ്റാർട്ടിങ് എങ്ങനെയാ? ഡസ് ഷീ ഗോ ടു ദ ജിം. പോവുക, അതല്ലേ നമ്മുടെ പ്രവൃത്തി എന്താണെന്നുള്ളതാണ് പിന്നെ പറയാം. ഡസ് ഷീ ഗോ ടു ദ ജിം, ജിമ്മിലേക്ക് റെഗുലർലി. ഡസ് ഷീ ഗോ ടു ദ ജിം റെഗുലർലി ചോദിക്കാം. അപ്പോൾ ഏകദേശമൊക്കെ ക്ലിയർ ആയി വരുന്നുണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ അവൾ, അവൻ, അവരുടെ കാര്യം മാത്രമാണ് പറയണേ. ഓക്കെ. അവന് വീട്ടിൽ നമ്മുടെ വളർത്തുമൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്ന് പറയും. വളർത്തുമൃഗങ്ങൾ, പെറ്റ്സ്. ഈ വളർത്തുമൃഗങ്ങൾ എന്ന് പറയാൻ ഭയങ്കര പാടാ. പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയും. അവന് ഡസ് ഹി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡസ് ഹി ഹാവ് എനി പെറ്റ്സ്. ഡസ് ഹി ഹാവ് എനി പെറ്റ്സ്. അവൻ ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, അല്ലെ, വാദ്യോപകരണം വായിക്കാറുണ്ടോ എന്ന് പറയും. ഡസ് ഹി പ്ലേ എനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. ഡു യു പ്ലേ എനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്? നീ ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാറുണ്ടോ? ഇവിടെ ഡസ് ഹി അല്ലെങ്കിൽ ഡസ് ഷി. അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? അതിന് തെറ്റില്ലല്ലോ. ഇനി അവന് പെറ്റ്സ് ഒന്നും ഇല്ലേ? അതെങ്ങനെ ചോദിക്കും? പെറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡസ് ഹി ഹാവ് എനി പെറ്റ്സ്. പെറ്റ്സ് ഒന്നും ഇല്ലേന്ന് ചോദിക്കണമെങ്കിൽ ഡസിന് പകരം ഡസിൻറ്റ്. ഡസിൻറ്റ് ഹി ഹാവ് എനി പെറ്റ്സ് എന്ന് ചോദിച്ചാൽ അവന് പെറ്റ്സ് ഒന്നും ഇല്ലേ? അപ്പോൾ ഡസ് ഉണ്ടോ എന്ന് ചോദിക്കാനും ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കാനും ഇല്ലേ എന്ന് ചോദിക്കാൻ ഡസിൻറ്റ്. അപ്പം അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം കേട്ടോ. ഇനി നമ്മൾ ഹാവ് പഠിച്ചില്ലേ? എന്താ പഠിച്ചത്? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഹാവ് യു എവർ ബിൻ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഹാവ് യു എവർ ബിൻ, ഓർമ്മയുണ്ടോ അത്? അപ്പോൾ ഇവിടെ നമ്മൾ അവൾ അവനാണെങ്കിൽ എന്ത് വേണം? എസ് വേണ്ടേ നമുക്ക് ചോദ്യത്തിൽ? ഹാവിൽ എസ് ഇല്ലല്ലോ. അപ്പം ആരാ ഉപയോഗിക്കുക? ഹാസ്. അപ്പോൾ അവള് ഹോംവർക്ക് ചെയ്തോ? എങ്ങനെ പറയും? ചെയ്തിട്ടുണ്ടോ? അവൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചോദിക്കും. ഹാവിന് പകരം ഹാസ്. ഹാസ് ഷീ ചെയ്യുക ഫിനിഷ്. എൻ്റെ V3 ഫിനിഷ്ഡ്. ഹാസ് ഷീ ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക്? അങ്ങനെ ചോദിക്കാം. ഹാസ് ഷീ ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക്? അവൾ ഹോംവർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ടോ? ഹാസ് ഷീ ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക്? ഇനി ഇതിൻ്റെ കൂടെ കോമൺ ആയിട്ട് വരുന്നൊരു വാക്കാണ് യെറ്റ്. അവൾ ഇതുവരെ ഹോംവർക്ക് ചെയ്ത് തീർത്തിട്ടില്ലേ എന്നാണ് മലയാളത്തിൽ ചോദിക്കുക. പക്ഷെ ഇംഗ്ലീഷിൽ തീർത്തിട്ടുണ്ടോ അതിൻ്റെ കൂടെയും യെറ്റ് ഉപയോഗിക്കും. അപ്പോൾ അവൾ ഹോംവർക്ക് ഇപ്പോഴത്തേക്ക് ചെയ്ത് തീർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാസ് ഷീ ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് യെറ്റ്. അവൾ ഹോംവർക്ക് ഇതുവരെ ചെയ്ത് തീർത്തിട്ടില്ലേന്ന് ചോദിക്കണമെങ്കിൽ എന്ത് വേണം? ഹാസ് എന്താവും? ഹാസൻറ്റ്. ഹാസൻറ്റ് ഷീ ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് യെറ്റ്. അപ്പോൾ ഇപ്പോൾ ടെക്നിക്ക് മനസ്സിലായല്ലോ എന്ന് ഞാൻ ചോദിക്കട്ടെ. അവൻ നിന്നെ തിരിച്ച് വിളിച്ചിട്ടില്ലേ? അവൻ നിന്നെ തിരിച്ച് വിളിച്ചിട്ടില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അവനായപ്പോൾ ഹാസ് അല്ലേ? അപ്പോൾ വിളിച്ചിട്ടില്ലേന്നാണ് ചോദിക്കണേ. വിളിച്ചോന്ന് ചോദിക്കണമെങ്കിൽ ഹാസ് ഹി. വിളിച്ചിട്ടില്ലേന്ന് ചോദിക്കണമെങ്കിൽ ഹാസിൻറ്റ് ഹി. വിളിക്കുക, കോൾ. V3 കോൾഡ്. ഹാസിൻറ്റ് ഹി കോൾഡ് യു ബാക്ക്? തിരിച്ച് വിളിക്കുക, കോൾ സംവൺ ബാക്ക്. ഹാസിൻറ്റ് ഹി കോൾഡ് യു ബാക്ക്? അവൻ നിന്നെ തിരിച്ച് വിളിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ സെൻറ്റൻസ് ഇവിടെ ഹാസ് വെച്ച് ചോദിക്കാം. അവൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും സൂഷി ട്രൈ ചെയ്തിട്ടുണ്ടോ?
ചോദിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും സൂഷി ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഹാവ് യു എവർ ട്രൈഡ് സൂഷി? അവൾ എപ്പോഴെങ്കിലും ആണെങ്കിലോ, ഹാസ് ഷീ എവർ ട്രൈഡ് സൂഷി? ക്ലിയർ ആയോ? ഈ അടുത്ത് അവൻ്റെ ഫാമിലിയെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? പോലീസ് ചോദിക്കുകയാണ് കുറ്റന്വേഷിക്കുമ്പോൾ എപ്പോഴാണ് വീട്ടിൽ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അവൻ ഈ അടുത്ത് എപ്പോഴെങ്കിലും അവൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ കുടുംബം, അതിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയും. സിമ്പിളാണ്. അവനായതുകൊണ്ട് ഹാസ് ഹി വിസിറ്റ് ചെയ്യേണ്ട V3 വിസിറ്റഡ്. ഹാസ് ഹി വിസിറ്റഡ് എന്ത്? അവൻ്റെ ഫാമിലി, ഹിസ് ഫാമിലി. ഈ അടുത്ത് റീസെൻ്റ്ലി. ഹാസ് ഹി വിസിറ്റഡ് ഹിസ് ഫാമിലി റീസെൻ്റ്ലി? നീ അവളോട് ഒരു ബുക്ക് നല്ലതെന്ന് പറഞ്ഞില്ലേ, അവളത് വായിച്ചോ പുസ്തകം? ഞാൻ ചോദിക്കും. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നീ ഒരു പുസ്തകം അവൾക്ക് നല്ലതെന്ന് പറഞ്ഞില്ലേ, ആ പുസ്തകം അവൾ വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയും? അല്ലെങ്കിൽ അവൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് അത് മാത്രം ആദ്യം ഒന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെ പറയാം. തുടക്കം അവൾ. അപ്പോൾ ഹാസ് ഷീ വായിക്കുക, റീഡ്. അതിൻ്റെ V3 റെഡ്. ഹാസ് ഷീ റെഡ് ഏത് ബുക്ക്? ആ ബുക്ക്, ദ ബുക്ക്. എന്ത് ബുക്കാണത്? നീ അവളോട് നല്ലതെന്ന് പറഞ്ഞിട്ട് വായിക്കാൻ പറഞ്ഞ ബുക്കില്ലേ, അതെന്തെങ്ങനെ പറയാം? റെക്കമെൻഡ് ചെയ്ത ബുക്ക് അല്ലേ? ഹാസ് ഷീ റെഡ് ദ ബുക്ക് യു റെക്കമെൻഡഡ്? ഹാസ് ഷീ റെഡ് ദ ബുക്ക് യു റെക്കമെൻഡഡ്? നീ റെക്കമെൻഡ് ചെയ്ത ആ പുസ്തകം അവൾ വായിച്ചിട്ടുണ്ടോ? സിമ്പിളാണ് ഇങ്ങനത്തെ ഉണ്ടാക്കാൻ. കണ്ടില്ലേ? ഇനി നമ്മൾ കണ്ട സെൻറ്റൻസസ് എങ്ങനെയായിരുന്നു? ആർ യു വെച്ചിട്ട് അല്ലേ? അവിടെ ആർ യു, ആർ ദേ, ആർ വി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടു അല്ലേ, കുറേ എക്സാമ്പിൾസ്. അവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? ആർ യു റീഡിങ് എ ബുക്ക്, അങ്ങനെ ആ രീതിയിലല്ലേ സെൻറ്റൻസ് കണ്ടത്. പക്ഷേ ഷീയോ ഹീയോ ഇറ്റോ വരുമ്പോൾ വീണ്ടും നമ്മൾ ആർ മാറി അവിടെ ഒരു എസ് വരണം. ഏതാ എസ് വരുന്ന ആ വാക്ക്? ഇസ്. അപ്പം അവളോ അവനോ അതോ അതൊക്കെ വരുമ്പം ഇസ് ആണ് വരിക. ഇസ് ഷീ, ഇസ് ഹി. കേട്ടോ? ആർ യുവിന് പകരം ഇസ് ഷീ, ഇസ് ഹി. ഓക്കെ. അവൻ നിന്റെ ബ്രദർ ആണോ? എങ്ങനെ പറഞ്ഞു? എങ്ങനെ പറയും? അവൻ. ഹി. ഇസ് ഹി നിന്റെ ബ്രദർ? യോർ ബ്രദർ? ഇസ് ഹി യോർ ബ്രദർ? കണ്ടോ? നീ അവൻ്റെ ബ്രദറാണോ? എങ്ങനെ പറയും? നീ വെച്ചാൽ യു. ആർ യു അവൻ്റെ ബ്രദർ? ഹിസ് ബ്രദർ? ആ വ്യത്യാസം മനസ്സിലായോ? ആർ യു ഹിസ് ബ്രദർ? ഇസ് ഹി യോർ ബ്രദർ? അപ്പോൾ ഹി വരുമ്പം ഇസ് ആണ് വരിക. അവനെക്കുറിച്ചല്ലേ പറഞ്ഞേ? അവൻ. ഇസ് ഹി നിന്റെ അനിയൻ? യോർ ബ്രദർ. ബ്രദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരൻ എന്നാണ് അർത്ഥം. നമുക്ക് ജ്യേഷ്ഠൻ അനുജൻ എന്നുള്ള ആ വേർതിരിവ് ബ്രദർ എന്ന് പറയുമ്പോൾ ഇല്ല. അങ്ങനെ പറയണമെങ്കിൽ വേറെ വാക്കുകൾ അതിനോട് ചേർക്കണം. തൽക്കാലം സഹോദരൻ, ബ്രദർ കേട്ടോ. അതുപോലെ ഇറ്റ് വെച്ചിട്ടൊരു സെൻറ്റൻസ് പറയാം. പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ടോ അങ്ങനെ ചോദിക്കും. ഇസ് ഇറ്റ്? ഈ സെൻറ്റൻസ് പെട്ടെന്ന് കിട്ടില്ല. ഇറ്റാണ് അവിടെ വരിക. ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്? ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ പുറത്ത്. ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്? നമ്മൾ മലയാളത്തിൽ അത് പുറത്ത് മഴ പെയ്യുകയാണോ എന്ന് ചോദിക്കില്ല. പക്ഷേ ഈ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്? അവൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണോ? അവൾ. ഷീ. അപ്പോൾ ഇസ് ഷീ എ സ്റ്റുഡൻറ്റ് അറ്റ് ദിസ് സ്കൂൾ? അപ്പോൾ ഈ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിക്കാൻ വേണ്ടി ഓഫ് ദി സ്കൂൾ ഉപയോഗിക്കാം, പക്ഷെ അത്ര കോമൺ അല്ല. അറ്റ് ദി സ്കൂൾ അതാണ് കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇസ് ഷീ എ സ്റ്റുഡൻറ്റ് അറ്റ് ദി സ്കൂൾ? ഇസ് ഷീ അല്ലേ? അവന് ഇതിൽ ക്ലബിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? അപ്പോൾ ഒരവസ്ഥയാണ് അല്ലേ, ഇൻട്രസ്റ്റഡ്. അവൻ. അപ്പോൾ ഇസ് ഹി ഇൻട്രസ്റ്റഡ് ഇൻ ജോയിനിങ് ദ ക്ലബ്? ഇത് എങ്ങനത്തെ സെൻസാ? ആർ യു ടയേർഡ് പോലെ, ആർ യു ഹാപ്പി ഒക്കെ പോലെ. ഇസ് ഹി ഇൻട്രസ്റ്റഡ്? എന്തിനാണ് ഇൻട്രസ്റ്റഡ് എന്ന് ചോദിക്കണേ? ഇൻ ജോയിനിങ്. ഓർമ്മയുണ്ടോ? ഇൻട്രസ്റ്റഡ് ഇൻ ജോയിനിങ്. ഇസ് ഹി ഇൻട്രസ്റ്റഡ് ഇൻ ജോയിനിങ് എന്ത്? ദ ക്ലബ്. ക്ലബിൽ ജോയിൻ ചെയ്യാൻ ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ?
സത്യമാണോ എങ്ങനെ ചോദിക്കും? അത് സത്യമാണോ? എങ്ങനെ തുടങ്ങുക? ഇസ് ഇറ്റ് ട്രൂ? ഇസ് ഇറ്റ് ട്രൂ? അവൾക്ക് സുഖം തോന്നുന്നുണ്ടോ? ബെറ്റർ ആണോ അവള്? എങ്ങനെ ചോദിക്കും? ഇസ് ഷീ ഫീലിംഗ് ബെറ്റർ? ആർ യു ഫീലിംഗ് ബെറ്റർ എന്ന് നമ്മൾ നേരത്തെ ചോദിച്ച ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? അതുപോലെ ഇവിടെ ഇസ് ഷീ ഫീലിംഗ് ബെറ്റർ? അവൻ പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി റെഡി ആണോ? പ്രസൻറ്റേഷന് റെഡി ആണോ? അങ്ങനെ പറയും. ഇസ് ഹി റെഡി പ്രസൻറ്റേഷന്? ഫോർ ദ പ്രസൻറ്റേഷൻ? ഇസ് ഹി റെഡി ഫോർ ദ പ്രസൻറ്റേഷൻ? നാളെ സണ്ണി ആയിട്ടുള്ള ദിവസമായിരിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഭാവി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അപ്പോൾ വെതറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇറ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇറ്റിൻ്റെ കൂടെ ഏതാ വരിക? ഇസ് ഇറ്റ്. ഇസ് ഇറ്റ് ഗോയിങ് ടു ബി സണ്ണി ടുമോറോ? നാളെ നല്ല സൂര്യനൊക്കെ ഉദിച്ചുള്ളൊരു ദിവസം ആവാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇസ് ഇറ്റ് ഗോയിങ് ടു ബി സണ്ണി ടുമോറോ? ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? അത് വളരെ സിമ്പിളാണ്. ഇസ് ഹി, ഇസ് ഷീ, ഇസ് ഇറ്റ് കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ് റെഡി, ഹാപ്പി എന്നൊക്കെ വരും, അല്ലെങ്കിൽ ING ഫോം വരുമ്പോൾ ഇപ്പോൾ കമ്മിങ്, ഗോയിങ് എന്നൊക്കെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ നാളത്തെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാളത്തെ കാര്യം, ഭാവിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം അല്ലേ? ഇസ് ഷീ റീഡിങ് എ ബുക്ക്? അവളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതാണോ? ഇസ് ഷീ ഗോയിങ് ടു റീഡ് ദാറ്റ് ബുക്ക് എന്ന് വെച്ചാൽ അവൾ ആ ബുക്ക് വായിക്കാൻ പോവുകയാണോ എന്നർത്ഥം. അത് ക്ലിയർ ആയല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷീയും ഹീയും പറഞ്ഞു അല്ലേ? ഇവിടെ കുറച്ചുകൂടെ വ്യത്യാസമായി വരുന്നൊരു സംഭവമാണ് ഐ. എൻ്റെ കാര്യം പറയുമ്പം ഇത് കുറച്ച് വ്യത്യാസമാണ്, ഈ ഒരു രീതിയിലുള്ള സെൻറ്റൻസുകൾ മാത്രം. ഞാൻ നിൻ്റെ ഫ്രണ്ടാണോ എങ്ങനെ ചോദിക്കും? ഐ അല്ലേ, ഞാൻ, ഐ. അവിടെ വരേണ്ടത് ആം. ഈ ഒരു ടൈപ്പ് സെൻറ്റൻസിൽ മാത്രമാണ് കേട്ടോ ഇതിങ്ങനെ വരിക. ആം ഐ നിൻ്റെ ഫ്രണ്ട്? യുവർ ഫ്രണ്ട്? ആം ഐ യുവർ ഫ്രണ്ട്? ഞാൻ നിൻ്റെ ഫ്രണ്ട് ആണോ? ഞാൻ ഹാപ്പി ആണോ? ആം ഐ ഹാപ്പി? അങ്ങനെ. ആം ഐ യുവർ ഫ്രണ്ട്? ഞാൻ ലേറ്റ് ആണോ മീറ്റിങ്ങിന്? ഞാൻ ലേറ്റ് ആണോ? ആം ഐ ലേറ്റ്? എന്തിന്? മീറ്റിങ്ങിന്. ഫോർ ദ മീറ്റിംഗ്? ആം ഐ ലേറ്റ് ഫോർ ദ മീറ്റിംഗ്? ഞാൻ ഈ പ്രോജക്റ്റിന് ഞാൻ ആവശ്യമുണ്ടോ? എന്നെ ആവശ്യമുണ്ടോ? ആം ഐ ആവശ്യം? നീഡ്. ആം ഐ നീഡഡ്? നീഡഡ് എന്ന് പറയുമ്പം നമ്മുടെ ഒരു സ്റ്റേറ്റ് ആണ്. ഷീസ് നീഡഡ്, ഷീസ് നോട്ട് നീഡഡ് എന്നൊക്കെ പറഞ്ഞാൽ ആം ഐ ഹാപ്പി പോലെ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്. ആം ഐ ഇൻട്രസ്റ്റഡ് പോലെ തന്നെ. ആം ഐ നീഡഡ് എന്തിന്? ഫോർ ദ പ്രോജക്റ്റ്. എന്നെ ആവശ്യമുണ്ടോ ഈ പ്രോജക്റ്റിന്? ആം ഐ നീഡഡ് ഫോർ ദ പ്രോജക്റ്റ്? ഞാൻ സംസാരിച്ചപ്പോൾ കുറച്ചധികം ഒച്ചയിലായിപ്പോയോ എന്നൊരു സംശയം. ഞാൻ കുറച്ചധികം ഒച്ചയായിപ്പോയോ ഞാൻ സംസാരിച്ചപ്പോൾ? ആം ഐ ടു ലൗഡ്? ഞാൻ കുറച്ചധികം ഒച്ചയിൽ സംസാരിക്കണോ? ആം ഐ ടു ലൗഡ്? ഓക്കെ. അല്ലെങ്കിൽ ആം ഐ റൈറ്റ്? ഓർമ്മയുണ്ടോ ഈ സംഭവം പറഞ്ഞത്? നമ്മൾ പണ്ട് കളം വരച്ചിട്ട് കല്ലിട്ടിട്ട് മറ്റേ സൈഡിൽ തട്ടാണ്ട്, ആ കളം വരച്ച് തട്ടാണ്ട് നടക്കണം. പണ്ടത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. പണ്ടത്തെ കുട്ടികൾ ഇന്നത്തെ യുവാക്കളൊക്കെ ആണ്. അപ്പോൾ ഓർമ്മയുണ്ടോ അത്? അപ്പോൾ അത് കല്ലിട്ടിട്ട് നമ്മൾ നടക്കുമ്പോൾ ആം ഐ റൈറ്റ്, ആം ഐ റൈറ്റ് അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞ ഓർമ്മയുണ്ടോ? അതിതാണ് ആം ഐ റൈറ്റ്. ഞാൻ ശരിയാണോ? ആം ഐ റൈറ്റ്. ഓക്കെ. അപ്പം അതോടുകൂടി ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി പുതിയതായിട്ട് നമുക്ക് ഒരു ടൈപ്പ് സെന്റൻസ് കൂടെ, ഒരു സിമ്പിൾ ടൈപ്പ് കൂടെ പഠിക്കണം. അതാണ് ഡിഡ്. അപ്പം ഇത്രയും നേരം നമ്മൾ നീ ചെയ്യാറുണ്ടോ, അവൻ ചെയ്യാറുണ്ടോ, അവൾ ചെയ്യാറുണ്ടോ, അപ്പോൾ ഡു അല്ലെങ്കിൽ ഡസ് അല്ലേ? ഡസ് ഷീ, ഡസ് ഹി, അല്ലെങ്കിൽ ഡു യു, ഡു ദേ, ഡു വി അല്ലേ? അല്ലെങ്കിൽ ഡു ഐ. പിന്നെ നമ്മൾ പഠിച്ചത് ഇസ് ഷീ, ഇസ് ഹി അല്ലേ? അല്ലെങ്കിൽ ആർ യു, ആർ വി, ആർ ദേ, ആം ഐ. അതൊരു ടൈപ്പ്. പിന്നെ ഹാവ് യു, ഹാവ് ദേ, ഹാവ് വി, അല്ലെങ്കിൽ ഹാസ് ഷീ, ഹാസ് ഹി, ഹാസ് ഇറ്റ്. ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കാൻ, ചെയ്തിട്ടുണ്ടോ എന്നുള്ള എക്സ്പീരിയൻസ് അല്ല, അതിന് ഹാവ്, ഹാസ് ഒക്കെ ഉപയോഗിച്ചു. ചെയ്തോ, ആ സംഭവം തീർത്തോ എന്ന് അറിയണമെങ്കിൽ ഡിഡ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുക. ഓക്കെ. അവള് പ്രോജക്റ്റ് തീർത്തോ, അവളുടെ പ്രോജക്റ്റ് തീർത്തോ? അപ്പോൾ അവൾ എന്ന് പറഞ്ഞാൽ ഷീ, അതിൻ്റെ ഒപ്പം ഡിഡ് വയ്ക്കുക. ഡിഡ് ഷീ ഫിനിഷ് ഹെർ പ്രോജക്റ്റ്? ഡിഡ് ഷീ ഫിനിഷ് ഹെർ പ്രോജക്റ്റ്? അവൻ നിന്നെ ഇന്നലെ വിളിച്ചോ? അപ്പോൾ ഡിഡ് ഹി, അവൻ, ഹി, ഡിഡ് ഹി കോൾ യു യെസ്റ്റർഡേ? കോൾ യു യെസ്റ്റർഡേ. അപ്പം ഇത് തന്നെ നമുക്ക് അവൻ നിന്നെ വിളിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ?
ഹാസ് ഹി കോൾഡ് യു അല്ലേ? അപ്പം അങ്ങനെ ഉപയോഗിച്ചുകൂടെന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാം. ആകെ ഒരു കാര്യമുള്ളതിൽ യെസ്റ്റർഡേ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അങ്ങനെ കഴിഞ്ഞു പോയ എന്തെങ്കിലും സമയം നമ്മൾ ആ സെൻറ്റൻസിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹാവ് യു അല്ലെങ്കിൽ ഹാസ് ഷീ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഡിഡ് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം പറഞ്ഞിട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അവസാനം അല്ലെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുക. പക്ഷെ അതിൻ്റെ ഒരു ജിസ്റ്റ്, ഒരു രത്ന ചുരുക്കം എന്നൊക്കെ പറയില്ല, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസിൽ കഴിഞ്ഞു പോയ സമയം ഏതാ? ഇന്ന് കഴിഞ്ഞു പോയ സമയമാണോ? അല്ല, ഈ നിമിഷവും ഇന്നിലല്ലേ. അപ്പോൾ നമുക്ക് ഹാസ് ഹി, ഹാസ് ഷീ, ഹാവ് യു മുതലായ സെൻറ്റൻസിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ കഴിഞ്ഞു പോയ സമയം ആ സെൻറ്റൻസിൽ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞു പോയില്ലേ, അപ്പോൾ യെസ്റ്റർഡേ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച, ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം, ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം എന്നുള്ള കഴിഞ്ഞു പോയ സമയങ്ങൾ ആ സെൻറ്റൻസിൽ പറയണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡിഡ് വെച്ചിട്ടാണ് പറയുക. ഈ ഉദാഹരണം തന്നെ നോക്കിയാൽ മതി. ഡിഡ് ഹി കോൾ യു യെസ്റ്റർഡേ? ആ യെസ്റ്റർഡേ എന്ന് വെച്ചാൽ ഇന്നലെ, ആ വാക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഡിഡ് വെച്ചിട്ട് തന്നെ പറയണം. അപ്പോൾ ഹാസ് ഹി കോൾഡ് യു യെസ്റ്റർഡേ എന്ന് പറയാൻ പാടില്ല. ഹാസ് ഹി കോൾഡ് യു എന്ന് പറയാം, പക്ഷേ ഹാസ് ഹി കോൾഡ് യു യെസ്റ്റർഡേ എന്ന് പറയാൻ പാടില്ല, അല്ലേ? യെസ്റ്റർഡേ എന്ന് അവിടെ പറയണമെങ്കിൽ ഡിഡ് ഹി കോൾ യു. ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ഹാസ് ഹാവ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ V3 യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഡിഡിന് ഈ പ്രശ്നമൊന്നുമില്ല. സിമ്പിളായിട്ട് ആ വേർബ് ആ ഫോമിൽ തന്നെ ഇട്ടാൽ മതി. കോൾ, വിളിക്കുക, ഗോ, പോവുക. അതിൻ്റെ കൂടെ ED ഒന്നും ഇടണ്ട, അല്ലെങ്കിൽ ING ഇടണ്ട, അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഡൂവും ഡസ് ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? സിമ്പിളായിട്ട് ആ വേർബ് എങ്ങനെയാ അങ്ങനെ. പക്ഷേ ആർ യു ഗോയിങ്, ഇസ് ഷീ റീഡിങ്, അവിടെയൊക്കെ നമ്മൾ ING ഇട്ടു. ഹാസ് ഹാവ് വരുമ്പോൾ V3 ഇട്ടു. ഡിഡ്, ഡു, ഡസ്, വിൽ, ഇതിൻ്റെ ഒന്നും ഒപ്പം നമ്മൾ വേർബിനെ മാറ്റണ്ട. ഓക്കെ. ഡിഡ് ഹി കോൾ യു യെസ്റ്റർഡേ? നീ ഒരു ടിക്കറ്റ് വാങ്ങിക്കുമെന്ന് പറഞ്ഞില്ലേ, നീ അത് വാങ്ങിച്ചോ എന്ന് ഞാൻ ചോദിക്കും. ഡിഡ് യു അല്ലേ? ഡിഡ് യു ബൈ ദ ടിക്കറ്റ്? അവൻ ടിക്കറ്റുകൾ വാങ്ങിച്ചോ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ ടിക്കറ്റ് വാങ്ങിച്ചോ എന്നാണെങ്കിൽ ഡിഡ് ഹി ബൈ ദ ടിക്കറ്റ്? വേറൊരു സെൻറ്റൻസ് കൂടെ പറയാം. ഞാൻ റെക്കമെൻഡ് ചെയ്ത ബുക്ക് നീ വായിച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ നീ വായിച്ചോ യു അല്ലേ? ഡിഡ് യു റീഡ് ദ ബുക്ക്? ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത്, ഐ റെക്കമെൻഡഡ്, നമ്മൾ നേരത്തെ പഠിച്ച സെൻറ്റൻസ് ആണ്. പക്ഷെ അവിടെ നമ്മൾ വേറെ രീതിയിലാണ് ഇത് പഠിച്ചത് അല്ലേ? ഹാവ് യു റെഡ് എന്ന് വെച്ചാൽ വായിച്ചിട്ടുണ്ടോ? ഇത് വായിച്ചു കഴിഞ്ഞോ എന്നറിയണം. ഡിഡ് യു റീഡ് ദ ബുക്ക് ഐ റെക്കമെൻഡഡ്? ഇതേ അർത്ഥം തന്നെയാണ് ശരിക്കും ഹാവ് യു റെഡ് ദ ബുക്ക് ഐ റെക്കമെൻഡഡ്. ഡിഡ് യു റീഡ്, ഹാവ് യു റെഡ്. വ്യത്യാസം വരുന്നത് അവിടെ നമ്മൾ സമയം ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഡ് തന്നെ ഉപയോഗിക്കണം, ഹാവോ ഹാസോ ഉപയോഗിക്കാൻ പാടില്ല. ചില സമയത്ത് വായിച്ച് കഴിഞ്ഞോ എന്നറിയണം, ചില സമയത്ത് വായിച്ച് കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയണം. രണ്ടും ഒന്നല്ലേ? വളരെ അപൂർവം കേസസിലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്തത്. എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ, എന്നിട്ട് നിനക്ക് എന്ത് തോന്നുന്നു ആ ബുക്കിനെ കുറിച്ച് എന്ന് അറിയണമെങ്കിൽ ഹാവ് യു റെഡ് ദ ബുക്ക്, എന്താ തോന്നണേ എന്ന് ചോദിക്കാം. പക്ഷേ അത് ജസ്റ്റ് കഴിഞ്ഞോ എന്ന് മാത്രം അറിയണമെങ്കിൽ, ജസ്റ്റ് കഴിഞ്ഞോ, ആ പരിപാടി തീർത്തതാണോ എന്ന് അറിയണമെങ്കിൽ ഡിഡ് മതി. ഡിഡ് യു റീഡ് ദ ബുക്ക്, അത് മതി. അപ്പോൾ ഇത് ക്ലിയർ ആയോ? അപ്പോൾ ഡിഡ് കഴിഞ്ഞു, നമ്മൾ എല്ലാ രീതിയിലുള്ള സെൻറ്റൻസുകളും ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ പഠിക്കണം. അപ്പം നമുക്ക് ആദ്യം ഒരു ചോദ്യം എടുക്കാം. നീ ലഞ്ച് കഴിച്ചോ? എങ്ങനെ പറയും? ഡിഡ് യു അല്ലേ? ഡിഡ് യു ഈറ്റ് ലഞ്ച് അല്ലെങ്കിൽ ഹാവ് ലഞ്ച് അല്ലേ? ഡിഡ് യു ഈറ്റ് ലഞ്ച്? അപ്പോൾ ഞാൻ കഴിച്ചു എന്ന് എങ്ങനെ പറയും? ഐ. ഇനി ആ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് വേണം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കൊരു ഉത്തരം പറയാം. ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? എയ്റ്റ്. ഐ എയ്റ്റ് ലഞ്ച് എന്ന് പറയാം. അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാമല്ലോ. ഡിഡ് യു ഹാവ് ലഞ്ച് എന്നാണെങ്കിൽ യെസ് ഐ ഹാഡ് ലഞ്ച്. ഇപ്പോൾ രണ്ടും കറക്റ്റാ. എയ്റ്റ് അല്ലെങ്കിൽ ഹാഡ് ലഞ്ച്. ഉത്തരം മനസ്സിലായല്ലോ? ഐ ഹാഡ് ലഞ്ച് അല്ലെങ്കിൽ ഐ എയ്റ്റ് ലഞ്ച്. ഇനി കഴിച്ചിട്ടില്ലെങ്കിലോ? ഐ ഡിഡൻറ്റ് ഹാവ് ലഞ്ച് അല്ലെങ്കിൽ ഐ ഡിഡൻറ്റ് ഈറ്റ് ലഞ്ച്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡിഡ് വേണം, അല്ല എന്ന് പറയുമ്പോഴും ഡിഡ് വേണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മനസ്സിലായോ? കാര്യമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഡിഡ് വരില്ല. യെസ് ഐ എയ്റ്റ് ലഞ്ച് എന്ന് പറയാം. ഇതിന് വേറൊരു രീതിയിൽ തന്നെ ഉത്തരം പറയാം. എങ്ങനെ അറിയോ? നമ്മളിപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഡിഡ് യു ഹാവ് ലഞ്ച് എന്ന് ചോദിച്ചാൽ നമ്മൾ മുഴുവൻ ഞാൻ ലഞ്ച് കഴിച്ചു എന്ന് ചിലപ്പോൾ പറയില്ല. ആ
കഴിച്ചു പറയുള്ളൂ. അങ്ങനെ രീതിയിൽ ഇംഗ്ലീഷിൽ പറയണേ യെസ് ഐ ഡിഡ്. ഐ എയ്റ്റ് എന്നല്ല പറയാം, യെസ് ഐ ഡിഡ്. അങ്ങനെയും നമുക്ക് ഉത്തരം പറയാം. അപ്പോൾ ഇത് 3 മനസ്സിലായല്ലോ. ഡിഡ് യു ഈറ്റ് ലഞ്ച്? യെസ് ഐ ഡിഡ് എന്ന് പറയാം. ഫുൾ സെൻറ്റൻസ് പറയുകയാണെങ്കിൽ യെസ് ഐ എയ്റ്റ് ലഞ്ച് അല്ലെങ്കിൽ യെസ് ഐ ഹാഡ് ലഞ്ച് എന്ന് പറയാം. ഇനി വേറൊരു ടൈപ്പ് സെൻറ്റൻസ് നമ്മൾ പഠിച്ചല്ലോ. നിനക്ക് ആപ്പിൾസ് ഇഷ്ടമാണോ? എങ്ങനെ പറയും? ഡു യു ഇഷ്ടമാവുക ലൈക്ക്. ഡു യു ലൈക്ക് ആപ്പിൾസ്? അപ്പോൾ ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? ഈ ചോദ്യം നേരിട്ട് നമ്മൾ ചോദിച്ചാൽ ഇഷ്ടമാണെന്ന് മാത്രമല്ലേ പറയുള്ളൂ. എനിക്ക് ആപ്പിൾസ് ഇഷ്ടമാണെന്ന് മുഴുവൻ പറയില്ല. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ എന്തായിരിക്കും? നേരത്തെ ഡിഡ് യു ഹാവ് ലഞ്ചിന് യെസ് ഐ ഡിഡ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഡു യു ലൈക്ക് ആപ്പിൾസ്? യെസ് ഐ ഡു. ചോദ്യത്തിലെ പോലെ തന്നെ യെസ് ഐ ഡു. അല്ലെങ്കിൽ ഫുൾ സെൻറ്റൻസ് പറയണം. എനിക്ക് ആപ്പിൾസ് ഇഷ്ടമാണ് എന്നെങ്ങനെ പറയും? ഐ ലൈക്ക് ആപ്പിൾസ്. ഐ ലൈക്ക് ആപ്പിൾസ് അല്ലേ? അപ്പോൾ യു വെച്ചിട്ടുള്ളത് എളുപ്പമാണ്. ഇനി ഡിഡിൻ്റെ കൂടെ ഷീ ആയിരുന്നെങ്കിലോ? ഡിഡ് ഷീ ഈറ്റ് ലഞ്ച്? അവൾ ലഞ്ച് കഴിച്ചോ? ഉത്തരം യെസ് ഷീ ഡിഡ് അല്ലേ? ഷീ ഡിഡ് അല്ലെങ്കിൽ ഷീ ഹാഡ് ലഞ്ച് അല്ലെങ്കിൽ ഷീ എയ്റ്റ് ലഞ്ച് എന്ന് പറയാം. ഇനി അവളുടെ കാര്യം പ്രസന്റ് ടെൻസിൽ ഡസ് ഷീ ലൈക്ക് ആപ്പിൾസ്? അവൾക്ക് ആപ്പിൾസ് ഇഷ്ടമാണോ? അങ്ങനെയായിരുന്നെങ്കിലോ? ഡസ് ഷീ ലൈക്ക് ആപ്പിൾസ്? അവൾക്ക് ഇഷ്ടമാണെന്ന് പറയാൻ യെസ് ഷീ ഡസ്. ചുരുക്കി പറയണമെങ്കിൽ യെസ് ഷീ ഡസ്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അതിന് ഫുൾ സെൻറ്റൻസ് ഉത്തരം കൊടുക്കണമെങ്കിൽ അവൾക്ക് ആപ്പിൾസ് ഇഷ്ടമാണ് എന്ന് പറയണമെങ്കിൽ ഷീ ലൈക്സ് ആപ്പിൾസ്. കണ്ടോ? അവിടെ ഒരു എസ് വേണം. അപ്പോൾ ഉത്തരം പറയുമ്പം ഡസ് എന്നുള്ളൊരു വാക്കില്ല, അപ്പോൾ ഒരു എസ് ഇല്ല അവിടെ. അപ്പോൾ അതിന് പകരം നമ്മൾ വേർബിൻ്റെ കൂടെ എസ് ഇടും. ഷീ ലൈക്സ് ആപ്പിൾസ്. അവനായിരുന്നെങ്കിൽ ഹീ ലൈക്സ് ആപ്പിൾസ്. ഇഷ്ടമല്ലെങ്കിലോ? ഷീ ഡസൻറ്റ് ലൈക്ക്. അവിടെ എസ് ഇടില്ല, കാരണം ഡസ് ഉണ്ടല്ലോ അവിടെ. ഡസിൻ്റെ ഡസ് കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നോ ഷീ ഡസൻറ്റ് ലൈക്ക് ആപ്പിൾസ്. മനസ്സിലായോ? ഇഷ്ടമാണോ, ചെയ്യാറുണ്ടോ മുതലായ ചോദ്യങ്ങൾ, ടീച്ചറാണോ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കില്ല ഐഡൻറ്റിറ്റിയെ ബന്ധപ്പെട്ടത്. ഡു വെച്ച് നമ്മൾ തുടങ്ങണേ. അത് അവളുടെയോ അവൻ്റെയോ അതിൻ്റെയോ കാര്യം പറയുമ്പോൾ ഡസ് വരും. ഉത്തരം കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആ വേർബിൻ്റെ കൂടെ എസ് ഇടണം. ഡസ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് പിന്നെ എസ് വേണ്ട. ചോദ്യത്തിൽ ഡസ് ഉണ്ടല്ലോ. ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴും ഡസിൻ്റെ എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവിടെ ഡസ് വരില്ല. അതുകൊണ്ട് ഹീ ലൈക്സ്, ഷീ ലൈക്സ്, ഹീ ഈറ്റ്സ്, ഷീ ഈറ്റ്സ് അങ്ങനെ നമ്മൾ ഇടണം. അതാണ് നമ്മൾ മറക്കാൻ പാടില്ലാത്തത്. ഡിഡിൻ്റെ പറഞ്ഞത് ഡിഡ് ഷീ ഈറ്റ് ലഞ്ച്. അപ്പോൾ ചെയ്തു എന്ന് പറയാൻ ആ വേർബ് പാസ്റ്റ് ടെൻസിൽ വരണം. ഷീ എയ്റ്റ് അല്ലെങ്കിൽ ഷീ ഹാഡ് ലഞ്ച് അല്ലേ? കഴിച്ചില്ല എന്ന് പറയാൻ ഷീ ഡിഡിൻറ്റ് ഹാവ് ലഞ്ച്. അവിടെ നമ്മൾ ഡിഡ് വന്നപ്പോൾ പിന്നെ ആ വേർബിനെ മാറ്റാൻ പാടില്ല. ഡിഡും ഡസ്സൊക്കെ വേർബ് ആ സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ വേർബിന് ചേഞ്ച് ചെയ്യില്ല. പക്ഷെ ഇല്ലെങ്കിൽ നമ്മൾ ആ ഏത് സാഹചര്യത്തിലാണ് ഈ ഇത് നടക്കണത്, ഏത് കാലത്തിലാണ് ഇത് നടക്കണമെന്ന് കാണിക്കാൻ വേണ്ടി, ടെൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ വേർബിനെ മാറ്റണം. പക്ഷെ ഡസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് പ്രസന്റ് ടെൻസ് ആണെന്ന്. ഡിഡ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് പാസ്റ്റ് ടെൻസിലാണ്. പിന്നെ വേറെ ആരും അവിടെ വേണ്ട ടെൻസ് കാണിക്കാൻ. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ വേർബ് വെച്ചിട്ടാണ് നമ്മൾ പിടിക്കുക. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ ഹിൻറ്റ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചെയ്തു എന്ന് പറയാൻ പാസ്റ്റ് ടെൻസ് വേർബിൽ വേണം. ഡൂവിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഡിഡ്. ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? എയ്റ്റ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഒരു സിമ്പിൾ കാര്യമാണ്. നമ്മളത് കുറേ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. അവൻ ഫുട്ബോൾ കളിക്കാറുണ്ടോ? അങ്ങനെ പറയും. അവൻ ഡസ് ഹി പ്ലേ ഫുട്ബോൾ? അവൻ ഫുട്ബോൾ കളിച്ചോ എന്ന് ചോദിക്കണമെങ്കിലോ അവൻ ചെയ്തോ അല്ലേ? ഡിഡ് ഹി പ്ലേ ഫുട്ബോൾ? ഇനി ഡസ് ഹി പ്ലേ ഫുട്ബോൾ? അവൻ ഫുട്ബോൾ കളിക്കാറുണ്ടോ? കളിക്കാറില്ല എന്നിങ്ങനെ പറയും. നോ ഹി ഡസൻറ്റ്. കളിക്കാറുണ്ട് എന്ന് പറയണമെങ്കിലോ? യെസ് ഹി ഡസ്. അവൻ ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നുള്ള ഫുൾ ഉത്തരം കൊടുക്കണമെങ്കിലോ? ഹി പ്ലേസ് ഫുട്ബോൾ. ഹീയുടെ കൂടെ ആ എസ് വരണം എന്ന് പറഞ്ഞില്ലേ വേർബിൽ? അപ്പോൾ ഹി പ്ലേസ് ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിക്കാറില്ല എന്ന് ഫുൾ സെൻറ്റൻസ് പറഞ്ഞോ? ഹി ഡസൻറ്റ് പ്ലേ ഫുട്ബോൾ. കണ്ടോ? ഡസൻറ്റ് വന്നപ്പോൾ അവിടെ പ്ലേ മതി, എസ് വേണ്ട, പ്ലേസ് വേണ്ട. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. ഇത് നമ്മുടെ ഹാവ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. നീ പാർക്കിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. നീ അല്ലേ? യു. ഹാവ് യു ഗോൺ അല്ല ബിൻ. പറഞ്ഞ ഓർമ്മയുണ്ടോ? ഹാവ് യു ബിൻ ടു ദ പാർക്ക്? ഹാവ് യു ബിൻ ടു ദ പാർക്ക്? പോയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലോ? യെസ് ഐ ഹാവ്. പോയിട്ടില്ല? നോ ഐ ഹാവിൻറ്റ്. ഇനി ഫുൾ സെൻറ്റൻസ് കൊടുക്കണമെങ്കിലോ?
പാർക്കിൽ പോയിട്ടുണ്ടോ? ഐ ഹാവ് ബിൻ ടു ദ പാർക്ക്. ഇനി പാർക്കിൽ പോയിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞെങ്കിലോ? ഐ ഹാവൻറ്റ് ബിൻ ടു ദ പാർക്ക്. അല്ലേ? ഹീ ഷീ ഇട്ട് വരുമ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അവർക്കാണ് എസ് വേണ്ടത്. ഇനി അവള് വിളിച്ചോ നിന്നെ? എങ്ങനെ ചോദിക്കും? അവള്, ഷീ. അവള് വിളിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിക്കണമെങ്കിലോ? ഹാസ് ഷീ കോൾഡ് യു. ഈ രീതിയിൽ പറയാം. ഹാസ് ഷീ കോൾഡ് യു. അല്ലേ? രണ്ട് രീതിയിൽ പറയാം. ഡിഡ് ഷീ കോൾ യു എന്നും പറയാം. നമുക്ക് ഹാവ് ഹാസ് വെച്ചിട്ട് ഇത് പറയാമെന്ന് പറഞ്ഞില്ലേ? വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാസ് ഷീ കോൾഡ് യു. അവൾ വിളിച്ചിട്ടില്ലെങ്കിൽ നോ ഷീ ഹാസിൻറ്റ്. വിളിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഷീ ഹാസ്. ഇനി ഫുൾ സെൻറ്റൻസ് ആണെങ്കിലോ? അവള് എന്നെ വിളിച്ചിട്ടുണ്ട്. ഷീ ഹാസ് കോൾഡ് മീ. വിളിച്ചിട്ടില്ലെങ്കിലോ? ഷീ ഹാസൻറ്റ് കോൾഡ് മീ. അപ്പോൾ ഈ ഹാസ് ഹാവ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകളിൽ വേർബ് V3 ആവണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഷീ ഹാസ് കോൾസ് എന്ന് പറയില്ല. ഷീ ഹാസ് കോൾഡ് മീ. ഇതൊക്കെ ഹാസ് ഹാവ് എന്നുള്ള ഈ വേർബ്സ് വെച്ച് തുടങ്ങണേ, ഓക്സിലറി വേർബ്സ് വെച്ച് തുടങ്ങണ സെൻറ്റൻസുകൾ അല്ലേ? ഹാസ് ഷീ കോൾഡ് യു. പിന്നെ അതിൻ്റെ ഉത്തരങ്ങൾ ഇതിലൊക്കെ V3 നിർബന്ധമാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് V3 ഫോംസിൻ്റെ വേർബ്സിൻ്റെ ഫോംസിൻ്റെ ലിസ്റ്റ്. അത് നോക്കുക, അതൊന്ന് പഠിക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഹാസ് ഹാവ് എന്ന് പറഞ്ഞാൽ V3 എന്ന് ഓർമ്മ വേണം. ഇനി അടുത്തത് വിൽ. നാളെ മഴ പെയ്യോ എന്ന് ചോദിക്കണമെങ്കിൽ ഓർമ്മയുണ്ടോ എന്താ സെൻറ്റൻസ് എന്ന്? വിൽ ഇറ്റ് റെയിൻ ടുമോറോ. എപ്പോഴും കാലാവസ്ഥ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇറ്റ് എന്നുള്ള ആ വാക്ക് ഓർമ്മ വേണം കേട്ടോ. അതാണ് നമുക്ക് എപ്പോഴും കിട്ടാണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇറ്റ് വിൽ റെയിൻ അല്ലെങ്കിൽ വിൽ ഇറ്റ് റെയിൻ അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ നാളെ മഴ പെയ്യോ? വിൽ ഇറ്റ് റെയിൻ ടുമോറോ. ആ പെയ്യും എന്ന് പറയണമെങ്കിൽ യെസ് ഇറ്റ് വിൽ. പെയ്യില്ല എന്ന് പറയണമെങ്കിൽ നോ ഇറ്റ് വിൽ നോട്ട്. ഈ വിൽ നോട്ടിന് പകരം നമ്മൾ വോണ്ട് എന്നാണ് ഉപയോഗിക്കുക. നോ ഇറ്റ് വോണ്ട്. നാളെ മഴ പെയ്യും എന്ന് മുഴുവൻ പറയണമെങ്കിലോ? ഇറ്റ് വിൽ റെയിൻ ടുമോറോ. നാളെ മഴ പെയ്യില്ല എന്ന് പറയണമെങ്കിലോ? ഇറ്റ് വിൽ നോട്ട് അല്ലെങ്കിൽ ഇറ്റ് വോണ്ട് റെയിൻ ടുമോറോ. വേർബ് ഒന്നും മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വിൽ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഡു ഡസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹീ ഷീറ്റിൻ്റെ ഒപ്പം നമ്മൾ എസ് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഡിഡ് അതുപോലെ തന്നെ നമ്മൾ വേർബിന് എയ്റ്റ് എന്ന് പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൽ ഓർമ്മയുണ്ടോ? പക്ഷേ ഇവിടെ വില്ലിന് ഇങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. സിമ്പിളായിട്ട് ഇറ്റ് വിൽ റെയിൻ ടുമോറോ, ഇറ്റ് വോണ്ട് റെയിൻ ടുമോറോ എന്നൊക്കെ പറയാം. ഇനി നമുക്ക് ഉള്ളത് ആർ യു അല്ലേ? നീ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറയും. ആർ യു റീഡിങ് എ ബുക്ക്? അതേന്ന് പറയാൻ ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ് ഐ ആം റീഡിങ് എ ബുക്ക്. ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഥവാ ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു ചോദിക്കുക, എടാ നീ അവിടെ എന്തെടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം റീഡിങ് എ ബുക്ക്. അപ്പോൾ ഷീ ആണെങ്കിലോ? അവള് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ചോദിക്കുക അനിയത്തി എന്തെടുക്കുക അവിടെ? അപ്പോൾ നമ്മൾ പറയാ അവൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് റീഡിങ് എ ബുക്ക് അല്ലേ? ഷീ ഈസ്, ഐ ആം, ഹീ ഈസ്, യു ആർ റീഡിങ് എ ബുക്ക്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഐ ആം, ഹീ ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ദേ ആർ, വി ആർ. അപ്പോൾ ഐയുടെ കൂടെ ആം, ഐ ആം റീഡിങ്. ഇത് മറക്കരുത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ പേര് മറന്നു ING ഇടാൻ. ഐ ആം റീഡിങ്. അവൻ ഹീസ് റീഡിങ്. അവൾ ഷീസ് റീഡിങ്. ഇറ്റ് ഇസ് റീഡിങ്. എന്തെങ്കിലും ഒരു സാധനം പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഇറ്റ് ഇസ് റീഡിങ്. അല്ലെങ്കിൽ ദേ, അവർ, ദേ ആർ റീഡിങ്. നമ്മൾ, വി ആർ റീഡിങ്. എന്ന് മറക്കരുത് കേട്ടോ. രണ്ട് കാര്യങ്ങളാണ്. ഐ വരുമ്പോൾ ആം, യു, ദേ, വി വരുമ്പോൾ ആർ, ഹീ ഷീറ്റ് വരുമ്പോൾ എസ്. ഇതിൻ്റെ ഒപ്പം ING ഫോം വേർബിൻ്റെ വേണം. ഞാനിത് ശരിയായിട്ടാണോ ചെയ്യണത്? ചെയ്യുക ഡു. ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, ശരിയായിട്ടാണോ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയണം. അപ്പോൾ ആം ഐ ഡൂയിങ് ദിസ്? ഡൂയുടെ കൂടെ ING വേണ്ടേ? ഡൂയിങ് ദിസ് കറക്റ്റ്ലി. നീ ശരിയായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണേ എങ്ങനെ പറയും? യു ആർ ഡൂയിങ് ഇറ്റ് കറക്റ്റ്ലി അല്ലെങ്കിൽ ഡൂയിങ് ദിസ് കറക്റ്റ്ലി എന്ന് പറയാം. നമ്മൾ ഒരിക്കൽ ദിസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പറയാൻ എപ്പോഴും ഇറ്റാണ് ഉപയോഗിക്കുക. ഓക്കെ, ദിസ് എന്ന് വെച്ചാൽ ഇത്. ഒരിക്കൽ നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ ദിസ് എന്ന് പറയും, പിന്നെ നമുക്ക് അറിയാലോ അതിനെക്കുറിച്ചാണ്, അപ്പോൾ അതെന്ന് പറയാൻ വേണ്ടി ഇറ്റ് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടാണ് ആം ഐ ഡൂയിങ് ദിസ് കറക്റ്റ്ലി എന്ന് പറയുമ്പോൾ ഉത്തരം യെസ് യു ആർ ഡൂയിങ് ഇറ്റ് കറക്റ്റ്ലി. ഇനി ശരിയായിട്ടല്ല ചെയ്യുന്നെങ്കിലോ? യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് കറക്റ്റ്ലി. അവർ ഇന്നലെ രാത്രി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ? ഇന്നലെ രാത്രി എന്ന് പറയാൻ ലാസ്റ്റ് നൈറ്റ് എന്നാ പറയാം കേട്ടോ. അവർ, ദേ. അപ്പോൾ എന്താ ഉപയോഗിക്കുക? ഇവിടെ
വേർ എന്നുള്ള വാക്കാണ്. വേർ അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ യു ദേവിയുടെ കൂടെ പ്രസന്റ് ടെൻസിൽ ആറും പാസ്റ്റ് ടെൻസിൽ വേറും അവരാ. വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അതിൻ്റെ ചോദ്യം. വേർ ദേ വാച്ചിങ് ദ മൂവി അല്ലെ? വാച്ചിങ് ദ മൂവി ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രി അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ? വേർ ദേ വാച്ചിങ് ദ മൂവി ലാസ്റ്റ് നൈറ്റ്. അതെ, അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, ദേ വേർ വാച്ചിങ് ഇറ്റ്. ദേ വേർ വാച്ചിങ് ഇറ്റ്. അല്ലെങ്കിലോ അവർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലെങ്കിലോ? നോ, ദേ വേറിൻറ്റ് വാച്ചിങ് ഇറ്റ്. വേർ നോട്ട് ആണ് വേറിൻറ്റ്. നീ വിളിച്ചപ്പം അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഞാൻ പറയും അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നോ? അവൻ വാസ് ഹി സ്ലീപ്പിംഗ്. വാസ് ഹി സ്ലീപ്പിംഗ്. നമ്മൾ പ്രസന്റ് ടെൻസിൽ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഹി സ്ലീപ്പിംഗ്. ആയിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ വാസ് ഹി സ്ലീപ്പിംഗ്. നീ വിളിച്ചപ്പം വെൻ യു കോൾഡ്, വാസ് ഹി സ്ലീപ്പിംഗ് വെൻ യു കോൾഡ്? വെൻ എന്ന് വെച്ചാൽ എപ്പോഴോ അപ്പോൾ. അപ്പോൾ വെൻ യു കോൾഡ്, നീ വിളിച്ചപ്പോൾ. അവൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറയാൻ ഹി വാസ് സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങുകയായിരുന്നില്ല, ഹി വാസൻറ്റ് സ്ലീപ്പിംഗ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ കേട്ടോ, ഒരു പാർട്ടിയിൽ വന്നോ? എന്താ പറയാ? വന്നോ, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ അവർ ഡിഡ് ദേ കം ടു ദ പാർട്ടി? അപ്പോൾ ഒരു പാർട്ടിയിൽ വന്നു എന്ന് പറഞ്ഞെങ്കിലോ? ദേ കെയിം ടു ദ പാർട്ടി. കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് കെയിം. ദേ കെയിം ടു ദ പാർട്ടി. വന്നില്ലെങ്കിൽ ദേ ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് കം ടു ദ പാർട്ടി. നിനക്ക് അവനെ അറിയോ? അങ്ങനെ ചോദിക്കും. അറിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞ് പണ്ട് മറന്നുപോയതല്ലല്ലോ, ഇപ്പോഴൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അറിയാം അവനല്ലേ, പ്രസന്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ ഏതാ വരിക? നിനക്ക്, യു. ഡു യു നോ ഹിം? നിനക്ക് അവനെ അറിയോ? ഹിം, അവനെ. ഡു യു നോ ഹിം? എനിക്ക് അവനെ അറിയാമെന്ന് എങ്ങനെ പറയും? ഐ നോ ഹിം. അവൾക്ക് അവനെ അറിയാമെന്ന് എങ്ങനെ പറയും? ഷീ നോസ് ഹിം. മനസ്സിലായോ? ഷീ, ഹി, ഇറ്റിൻ്റെ ഒപ്പം വേർബിൻ്റെ കൂടെ എസ് വേണം എപ്പോൾ ഉത്തരം കൊടുക്കുമ്പോൾ. ഇങ്ങനെയാണ് എന്ന് പറയുമ്പം അല്ലേ? ഡസ് ഷീ നോ ഹിം? അവൾക്ക് അവനെ അറിയോ? അറിയാവുന്ന ഷീ നോസ് ഹിം അല്ലേ? ഡു യു നോ ഹിം എന്ന് പറഞ്ഞാൽ ഐ നോ ഹിം, എനിക്കറിയാം. ഈ എസ് വരേണ്ട കാര്യം മറക്കരുത്. അവൾക്ക് അവനെ അറിയോ എന്ന് ചോദിക്കുകയാണെ വീണ്ടും ഡസ് ഷീ നോ ഹിം. അറിയില്ല എന്ന് പറഞ്ഞെങ്കിലോ? ഷീ ഡസൻറ്റ് നോ ഹിം. അവിടെ ഡസ് വന്നുകൊണ്ട് നോസ് എന്ന് വേണ്ട, നോ ഹിം. നടക്കുമോ, വർക്ക് ചെയ്യോ അത് എന്ന് ചോദിക്കണമെങ്കിൽ അത് വർക്ക് ചെയ്യോ? ഡസ് ഇറ്റ് വർക്ക് അല്ലേ? ഇറ്റ് അല്ലേ? അപ്പോൾ ഡസ് ഇറ്റ് വർക്ക്. അത് വർക്ക് ചെയ്യുമെന്ന് പറയാൻ ഇറ്റ് വർക്ക്സ്. അത് വർക്ക് ചെയ്യില്ല എന്ന് പറയാൻ, വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാൻ ഇറ്റ് ഡസിൻറ്റ് വർക്ക്. ഓക്കെ, അവൾ നമ്മളെ സഹായിക്കുമോ? എങ്ങനെ പറഞ്ഞേ? വിൽ ഷീ നമ്മളെ ഹെൽപ്പ് അസ്? വിൽ ഷീ ഹെൽപ്പ് അസ്? അവൾ സഹായിക്കും. യെസ് ഷീ വിൽ. സഹായിക്കില്ലെങ്കിൽ നോ ഷീ വോണ്ട്. ഫുൾ സെൻറ്റൻസ് ആണെങ്കിലോ? ഷീ വിൽ ഹെൽപ്പ് അസ്. സഹായിക്കില്ലെങ്കിൽ ഷീ വോണ്ട് ഹെൽപ്പ് അസ്. ഒരു 3 ചോദ്യം കൂടി ചോദിക്കാം, 4 ചോദ്യം കൂടി ചോദിക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ നാളെ മീറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാം. അതിന് പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ പദ്ധതി ഇട്ട കാര്യങ്ങൾക്ക് നമ്മൾ എങ്ങനെ പറയാം? ആർ അല്ലേ? നമ്മൾ ആർ വി മീറ്റിംഗ്? നമ്മൾ നാളെ മീറ്റ് ചെയ്യുന്നുണ്ടോ? ടുമോറോ, ആർ വി മീറ്റിംഗ് ടുമോറോ? നമ്മൾ നാളെ മീറ്റ് ചെയ്യുന്നുണ്ട്. വി ആർ മീറ്റിംഗ് ടുമോറോ. വി ആർ മീറ്റിംഗ് ടുമോറോ. നമ്മൾ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വി ആർ ഇൻറ്റ് മീറ്റിംഗ് ടുമോറോ. വി ആർ ഇൻറ്റ് മീറ്റിംഗ് ടുമോറോ. പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ? എങ്ങനെ ചോദ്യം ചോദിക്കുക? എന്തെങ്കിലും കാലാവസ്ഥ ആണെങ്കിൽ ഇറ്റാണ്. ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്? ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്? മഴ പെയ്തുകൊണ്ടിരിക്കുന്നില്ലെങ്കിലോ? നോ, ഇറ്റ് ഇസിൻറ്റ് റെയിനിങ് ഔട്ട്സൈഡ് അല്ലേ? ഇറ്റ് ഇസിൻറ്റ് റെയിനിങ് ഔട്ട്സൈഡ്. പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ? യെസ്, ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഞാൻ കുറേ ഒച്ചയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ പറയാ? സംസാരിക്കുന്നതല്ല, അപ്പോൾ പാസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക? വാസ് ഐ ടോക്കിംഗ്? ആ സംസാരിച്ചുകൊണ്ടിരുന്നത് ലൗഡ്ലി. വാസ് ഐ ടോക്കിംഗ് ലൗഡ്ലി? ഉത്തരമായിട്ട് നീ ഒച്ചയിലല്ല സംസാരിച്ചുകൊണ്ടിരുന്നത്,
അങ്ങനെ പറയും യു weren't ടോക്കിംഗ് ലൗഡ്ലി. ലൗഡ്ലി ഒച്ചയിലാണെങ്കിലോ സംസാരിക്കുന്നത് യു were ടോക്കിംഗ് ലൗഡ്ലി. യു weren't യു were അല്ലേ? പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അപ്പം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിൽ സെൻറ്റൻസ് വന്നത്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലോ ഞാനിപ്പോൾ നല്ല ഒച്ചയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും ഞാൻ ഒച്ചയിലാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയും ഉത്തരം ആം ഐ ടോക്കിംഗ് ലൗഡ്ലി അല്ലേ? പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ആം മാറി വാസ് വരിക. അത് ആം മാത്രമല്ല അവൾ ഒച്ചയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വാസ് ഷീ ടോക്കിംഗ് ലൗഡ്ലി. അവനാണെങ്കിലും വാസ് ഹി ടോക്കിംഗ് ലൗഡ്ലി. അവരായിരുന്നെങ്കിലോ വേർ ദേ ടോക്കിംഗ് ലൗഡ്ലി. നീ ആയിരുന്നെങ്കിലോ were you talking loudly. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ വരിക? were you talking loudly അല്ലെങ്കിൽ was she talking loudly. അതിൻ്റെ ഉത്തരം എങ്ങനെ വരിക? അവൾ ഒച്ചയിലല്ല സംസാരിച്ചോണ്ടിരുന്നത്. she wasn't talking loudly. ഇനിയിപ്പോൾ നല്ല ഒച്ചയിലാണ് സംസാരിച്ചിരുന്നത് എങ്കിലോ she was talking loudly. ഇതിൽ കുറേ ടൈപ്പ് സെൻറ്റൻസുകൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉണ്ട്. ഈ ലെസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെൻറ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇതാണ് ഇതിൻ്റെ ആകെയുള്ള ബേസിക് കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഇത് ഒരു തരം സെൻറ്റൻസുകളാണ്. എന്ന് വെച്ചാൽ നമുക്ക് ജനറലി യൂസ് ചെയ്യേണ്ട ടൈപ്പ് എല്ലാ സെൻറ്റൻസുകളും ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആകെയുള്ളത് മോഡൽ വേർബ്സ് ആണ്. ക്യാൻ, കുഡ്, വുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നമുക്ക് കവർ ചെയ്യാം. അത് അടുത്ത ക്ലാസ്സുകളിൽ വരും. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്നൊക്കെ ഒന്ന് പറയുമോ? മനസ്സിലാക്കാമല്ലോ. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കിതിന് കുറച്ചുകൂടെ പ്രാക്ടീസ് വേണം അല്ലേ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ സ്വയം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ടെന്ന് നോക്കുക. ആ പ്രാക്ടീസ് മാത്രമാണ് വേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യണം. എനിക്ക് ഇത്രയൊക്കെ എക്സാമ്പിൾസ് ഒരു വീഡിയോയിലൊക്കെ കൊള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ വീഡിയോ തന്നെ വളരെ ലോങ് ആയി ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ കഴിവതും ഷോർട്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട സാധനം വേണം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പം മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് സെൻറ്റൻസുകൾ. ഇനി സ്വയം ചെയ്തു നോക്കൂ. ഇതൊക്കെ കിട്ടുന്നുണ്ടോ നോക്കൂ. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്കത് കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ട്രിക്കുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.